ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സിന്റെ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് എടുത്തിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ് ഇൻ ഇന്ത്യ ഫോർ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ്. നമുക്ക് ആദ്യം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ് ഇൻ ഇന്ത്യ ഫോർ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് എയിം ടു ബൂസ്റ്റ് ദ കോമ്പറ്റേറ്റീവ്നെസ് ഓഫ് ദ സെക്ടർ ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സ്. അത് ഈ സെക്ടറിന്റെ ഗാർമെന്റ്സ് ടെക്സ്റ്റൈൽസ് ഈ ഒരു സെക്ടറിന്റെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള ആ ഒരു മത്സരം വർദ്ധിപ്പിക്കുക. പിന്നെ ഇൻക്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ്, അതായത് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോറിൻ വിദേശ നാണ്യം കിട്ടുന്നു, ഇത് ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ജനറേറ്റ് എംപ്ലോയ്മെന്റ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് വഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ആസ് യൂഷ്വൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ദീസ് പോളിസീസ് ഇൻക്ലൂഡ് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ്. അതായത് നമുക്ക് പോളിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്തൊക്കെയായിരിക്കും വേണ്ടത്? ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ്, അതായത് ധനസഹായം വേണം. ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് വേണം, അത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ സുഗമമാക്കി കൊടുക്കണം. ആൻഡ് ട്രേഡ് ഫെസിലിറ്റേഷൻ മെഷേഴ്സ്, ട്രേഡ്, അതായത് അന്താരാഷ്ട്ര കച്ചവടം സുഗമമാക്കി കൊടുക്കുന്നതിനുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് ഇതിന്റെ കീ എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസും സ്കീംസും പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തത് റിബേറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ടാക്സസ് ആൻഡ് ലെവീസ് ആണ്. അത് ROSCTL എന്ന് പറയും. സെൻട്രൽ ടാക്സിലും സ്റ്റേറ്റ് ടാക്സിലേക്ക് കൊടുക്കുന്ന ഇളവുകൾ. അത് GST-യിലൂടെ തിരിച്ചു കൊടുക്കാത്ത ടാക്സുകളൊക്കെ അതിനൊക്കെ ഇളവ് കൊടുക്കുന്നതാണിത്. അത് ഓഫേഴ്സ് റിബേറ്റ് ഓൺ എംബഡഡ് ടാക്സസ് ആൻഡ് ലെവീസ് ദാറ്റ് ആർ നോട്ട് റീഫണ്ടഡ് ത്രൂ GST. ഓക്കെ, സ്പെസിഫിക്കലി ഫോർ അപ്പാരൽ ആൻഡ് മെയ്ഡ്സ്, അതായത് തുണിത്തരങ്ങൾക്കൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ഇളവ് കൊടുക്കുന്നത്. ടെക്സ്റ്റൈൽ ഐറ്റംസ് ലൈക്ക് ബെൻ, ലിനൻ, ടവൽസ്, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അടുത്തത് ഹെൽപ്സ് മേക്ക് ഇന്ത്യൻ എക്സ്പോർട്ട്സ് പ്രൈസ് കോമ്പറ്റീറ്റീവ്. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് പ്രൈസ് കോമ്പറ്റീറ്റീവ് ആയിട്ട് നിലനിർത്തുക. അതായത് കോമ്പറ്റീവ് ആയിട്ട് നിലനിർത്തുക വെച്ചാൽ വിദേശത്ത് വില കുറവാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരുപാട് കൂടുതൽ നമ്മുടെ തുണിത്തരങ്ങൾക്ക് വിൽക്കാതെ ഏതാണ്ട് ആ വിലയ്ക്ക് തന്നെ കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഫോർ ടെക്സ്റ്റൈൽ. അത് PLI എന്ന് പറയും. ടെക്സ്റ്റൈൽസിനാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. എൻകറേജസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാൻമെയ്ഡ് ഫൈബർ, അതായത് MMF പോലെയുള്ള ഈ മാൻമെയ്ഡ് ഫൈബറിൽ ഇൻവെസ്റ്റ്മെന്റുകൾ അത് എൻകറേജ് ചെയ്യിക്കുകയാണ്, അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഫാബ്രിക്സ്, ഗാർമെന്റ്സ് ആൻഡ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, ഇതിലൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. ഓഫേഴ്സ് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ്, അതായത് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സും കൊടുക്കും. അതായത് ബേസ്ഡ് ഓൺ ഇൻക്രിമെന്റൽ ടേൺ ഓവർ 5 years, 5 വർഷത്തിനുള്ളിൽ ആ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ധനസഹായങ്ങളും പ്രോത്സാഹനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്കീമിൽ വരുന്നതാണ്. അടുത്തത് RODTEP ആണ്. അതായത് റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രൊഡക്ട്സ്. അതായത് ഒരു ഉൽപ്പന്നം എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിലേതെങ്കിലും ഡ്യൂട്ടി ടാക്സുകളൊക്കെ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പണം തിരികെ കൊടുക്കുന്ന ഒരു സ്കീം. അതായത് റീപ്ലേസസ് ഏർലിയർ സ്കീംസ് ലൈക്ക് MEIS പോലുള്ള സ്കീം റീപ്ലേസ് ചെയ്തിട്ടാണ് ഇത് വന്നത്. പ്രൊവൈഡ്സ് ഫണ്ട്സ് ഓൺ ടാക്സസ്, ഡ്യൂട്ടി, ഇതൊക്കെ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് കൊടുക്കുന്നു. ദാറ്റ് ആർ നോട്ട് റീഫണ്ടഡ് എൽസ്വെയർ, വേറെ എങ്ങും റീഫണ്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കൊടുക്കുന്നു. ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, ഫ്യൂൽ ടാക്സ്, ഇങ്ങനെയുള്ളതൊക്കെ. അടുത്തത് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീംസ്. അത് പേര് പോലെ തന്നെ EPCG, അതായത് അലൗസ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് അറ്റ് 0 കസ്റ്റംസ് ഡ്യൂട്ടി. അതായത് ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ കസ്റ്റം ഡ്യൂട്ടി ഒന്നും ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി. ഡ്യൂട്ടി ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഫോർ എക്സ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വെച്ച് എക്സ്പോർട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നു. അപ്പോഴത്തേക്ക് ആ ഇറക്കുമതി ചെയ്യുന്ന ക്യാപിറ്റലിന് ഡ്യൂട്ടി ഇല്ല. അപ്പം ഹെൽപ്സ് മോഡേണൈസ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വിത്ത് അഡ്വാൻസ്ഡ് മെഷീനറി. അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് മെഷീനറി വെച്ചിട്ട് നമ്മുടെ ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒന്ന് നവീകരിക്കാൻ ഇത് മൂലം സാധ്യമാകുന്നു. അടുത്തത് അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീമാണ്. അതായത് ഈ ഓതറൈസേഷൻ സ്കീം എന്ന് പറയുന്നത് ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഇൻപുട്ടുകൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള അവസരം. പെർമിറ്റ്സ് ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ഓഫ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ എക്സ്പോർട്ട് പ്രൊഡക്ട്സ്. ഓക്കെ, അത് ഒരു തുണിത്തരം ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് ആ ഒരു ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. എൻഷുവേഴ്സ് കോസ്റ്റ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കുറഞ്ഞ ചിലവിൽ പിന്നെ എക്സ്പോർട്ടേഴ്സിന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു ഫോർ എക്സ്പോർട്ടേഴ്സ്. അടുത്തത് മാർക്കറ്റ് ആക്സസ് ഇനിഷ്യേറ്റീവ്, അതായത് MAI, പേര് പോലെ തന്നെ മാർക്കറ്റ് ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ്. ആൻഡ് മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ്, MDA. ഓക്കെ, ഇതെന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ്. ഇതും ഒരു ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോർ മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ ആൻഡ് ബ്രാൻഡ് ബിൽഡിങ്ങിനൊക്കെ ഇത് ഉപകരിക്കും. ഓക്കെ, അത് മാർക്കറ്റ് പുതിയ രാജ്യങ്ങളിൽ പുതിയ മാർക്കറ്റിൽ നമ്മുടെ തുണിത്തരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. എൻകറേജസ് പാർട്ടിസിപ്പേഷൻ ഇൻ ട്രേഡ് ഫെയർസ്. ട്രേഡ് ഫെയറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വരുമ്പോഴത്തേക്ക് ആൻഡ് എക്സിബിഷൻസ് അബ്രോഡ്, വിദേശത്തുള്ള, അതായത് ഇന്ത്യയുടെ തുണിത്തരങ്ങൾ വിദേശത്ത് വിറ്റഴിക്കുന്നതിനുള്ള ആ ഒരു എക്സിബിഷൻസിലൊക്കെ പങ്കെടുക്കുന്നതിന് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു ഈ സ്കീമിലൂടെ.
അടുത്തത് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആൻഡ് എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ആണ്. SEZs EOUs അതായത് ഓഫർ ടാക്സ് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നു. ഡ്യൂട്ടി എക്സംഷൻ അതായത് ഇറക്കുമതി കയറ്റുമതി ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കുന്നു. ആൻഡ് സിംപ്ലിഫൈഡ് പ്രൊസീജിയേഴ്സ് ഫോർ എക്സ്പോർട്ട് ഫോക്കസ്ഡ് യൂണിറ്റ്സ്, എക്സ്പോർട്ട് ഫോക്കസ് ആയിട്ടുള്ള യൂണിറ്റുകളിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ എളുപ്പമാക്കി കൊടുക്കുന്നു. വലിയ നൂലാമാലകളൊന്നും ഇല്ലാതെ എളുപ്പമാക്കി കൊടുക്കുകയാണ്. എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലക്ഷ്യമിടുന്നുണ്ട്. ആൻഡ് ബിസിനസ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ ഉള്ള പദ്ധതിയാണിത്. അടുത്തത് ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽസ് പാർക്സ് ആൻഡ് PM മിത്ര സ്കീം. ഇത് ഇങ്ങനെ 2 സ്കീമുകളുണ്ട്. അതായത് ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ധനസഹായമല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഫോർ ദ എൻറ്റയർ വാല്യൂ ചെയിൻ. വെച്ചാൽ ആ പ്രൊഡക്ഷൻ ഇറക്കുമതി ചെയ്ത് പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് റോ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്ത്, മെഷീനറീസ് ഒക്കെ ഇറക്കുമതി ചെയ്ത്, പ്രൊഡ്യൂസ് ചെയ്ത്, എക്സ്പോർട്ട് ചെയ്ത്, അങ്ങനെയുള്ള എല്ലാ ഒരു വാല്യൂ ചെയിനുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. PM മിത്ര പാർക്സ് എയിം ടു മേക്ക് ഇന്ത്യ എ ഗ്ലോബൽ ഹബ് ഫോർ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്സ്. അതായത് PM മിത്ര എയിം ചെയ്യുന്നത്രേ ഉള്ളൂ, ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റുക, അതായത് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്ങിനുള്ളതും എക്സ്പോർട്ടിനുള്ള ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റുക. അതായത് ഒരുപാട് രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് തുണിത്തരങ്ങൾ മേടിക്കാനുള്ള ഒരു ആക്സസ് ഉണ്ടാക്കി കൊടുക്കുക. അടുത്തത് ഇൻട്രസ്റ്റ് ഇക്വലൈസേഷൻ സ്കീമാണ്, IES എന്ന് പറയും. അത് പ്രൊവൈഡ്സ് ഇൻട്രസ്റ്റ് സബ്സിഡി, അതായത് ഇൻട്രസ്റ്റിലുള്ള ഒരു ഇളവ് കൊടുക്കുക. ഏതിലാണ്? ഓൺ ലോൺ ടു എക്സ്പോർട്ടേഴ്സ്. എക്സ്പോർട്ടേഴ്സ് എടുക്കുന്ന ലോണിൽ അവരുടെ ആ ഒരു അതിൽ ഈടാക്കുന്ന പലിശയ്ക്ക് ഇളവ് കൊടുക്കുന്ന സ്കീമാണിത്. ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ MSME ടെക്സ്റ്റൈൽ യൂണിറ്റ്സ്, അതായത് മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ടെക്സ്റ്റൈൽ യൂണിറ്റുകൾക്ക് ഉൾപ്പെടെ ഇങ്ങനെ കൊടുക്കുക. അതൊരു അവരെടുക്കുന്ന ലോണിന് പലിശ ഇളവ് കൊടുക്കുക. ഇത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ബോറിങ്, അതായത് പിന്നെ ലോൺ എടുക്കുന്നതിനുള്ള ആ ഒരു കോസ്റ്റ് കുറയും, അത് പലിശ കുറയും. മേക്കിംഗ് ഇന്ത്യൻ ഗുഡ്സ് മോർ കോമ്പറ്റീറ്റീവ്, ഇന്ത്യൻ ഗുഡ്സ് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ട്, അത് വില കുറച്ച് വിൽക്കാൻ സാധിക്കുന്നു. അടുത്തത് ടെക്സ്റ്റൈൽ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് ആണ്. അതൊരു കൂട്ടം ചെറിയ ചെറിയ ടെക്സ്റ്റൈലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതി. സ്ട്രെങ്തൻസ് സ്മാൾ ടെക്സ്റ്റൈൽ ക്ലസ്റ്റേഴ്സ് വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി ആൻഡ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്യുക. ഇംപ്രൂവ്സ് എക്സ്പോർട്ട് കേപ്പബിലിറ്റി, അത് എക്സ്പോർട്ട് കേപ്പബിലിറ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.